രാഷ്ട്രീയത്തെ മാന്യതയോടുകൂടി സമീപിക്കുന്നവർക്കൊക്കെ അരോചകമായി നാണക്കേടുണ്ടാകുന്ന നിലയിലേക്കുള്ള വിഷയങ്ങളല്ലേ പാലക്കാട് ഉന്നയിച്ചത്. അത് കള്ളപ്പണം എന്ന പേരിൽ, ട്രോളി ബാഗിന്റെ പേരിൽ തുടങ്ങി കള്ള വോട്ട് ആര് ചേർത്തെന്ന് എല്ലാവർക്കും അറിയാം. BJP വളരെയധികം തൃശ്ശൂർ ചെയ്തപോലെ വോട്ട് ചേർക്കാനുള്ള ശ്രമം അവിടെ നടത്തി. അതിനെ UDF പരാജയപ്പെടുത്തി. അങ്ങനെ എല്ലാ നിലയിൽ നിലവാരമില്ലാത്ത പ്രചരണവുമായി മുന്നോട്ട് പോയി നേറ്റ തിരിച്ചടിയാണ്. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനും വിജയിക്കാമെന്ന് സാധിക്കുമെന്ന് നൽകുന്ന വലിയൊരു ഊർജമാണ്. കാരണം പിണറായി ഗവൺമെന്റിനെ മടുത്ത ഒരു ജനത, അവരുടെ ഒരു പ്രതികരണമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത്. ഇതിനുവേണ്ടി വോട്ട് ചെയ്തവരോട് എല്ലാവരോടുമുള്ള നന്ദി ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നതിനോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ നെഗറ്റീവ് ക്യാമ്പയിൻ ഇനിയും തുടരട്ടെ. ഈ നിലയിലേക്കുള്ള നിലവാരമില്ലാത്ത അവരുടെ നിലപാടുകൾ തുടരട്ടെ. ജനം ഇത് തിരിച്ചറിയുന്നുണ്ട്. ഇന്ന് ഫലം വന്നു കഴിഞ്ഞിട്ടും BJPയുടെ അതേ സ്വരത്തിൽ വിശകലനം നടത്തുന്ന കാണുമ്പോൾ പരിതപിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. പക്ഷെ അവിടെ ഒരു പരാജയത്തിന് കാരണമായി പല UDF നേതാക്കളും പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ട്. അതാണോ ഈ ജയിക്കാമായിരുന്ന സാഹചര്യത്തിൽ പോലും പരാജയത്തിലേക്ക് പോയത്? ഞങ്ങൾ ഇപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. കാരണം ഇത് വിശകലനം പഠിക്കേണ്ടതുണ്ട്, വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഒരു കാര്യം, ചേലക്കരയിൽ 2 തവണ എത്തിയ വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ബോധ്യപ്പെട്ടത്, നേരത്തെ MLA ആയിരുന്ന ശ്രീ UR പ്രദീപിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് അവിടുത്തെ വോട്ടർമാർക്ക് വലിയ പരാതി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി അന്നേ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. എന്നാൽ ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ടുണ്ട് എന്നും ബോധ്യപ്പെട്ടു. ഇതിന്റെ തുലനം ചെയ്തു വന്നപ്പോൾ ഒരു നേരിയ വ്യത്യാസം. പക്ഷെ എത്രത്തോളം ജനം തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 39,000 12,000 കുറയുന്ന ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ കുറയുന്നു എന്ന് പറയുമ്പോൾ 27,000 വോട്ടാണ് കുറവ് വന്നിരിക്കുന്നത്. അന്നേരം അതിശക്തമായ ഭരണവിരുദ്ധ വികാരം അവിടെ നിലനിന്നു എന്നുള്ളതും LDF സ്ഥാനാർത്ഥിയുടെ മുൻകാല പ്രവർത്തനങ്ങളെ കുറിച്ച് മണ്ഡലത്തിൽ പരാതിയില്ലായിരുന്നു എന്നുള്ളതും വസ്തു തന്നെയാണ്. അല്ല, കോൺഗ്രസ് പാർട്ടി അവരുടെ മുമ്പിലുള്ള എല്ലാ സാധ്യതകളും പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയത്. ആ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിൽ അപാകതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി വിലയിരുത്തട്ടെ. ഘടകകക്ഷി എന്നുള്ള നിലയിൽ അതിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. KM എല്ലാ ദിവസവും ഒരു പ്രതികരണം നടത്തുന്നുണ്ടല്ലോ. അതിനെ കുറിച്ച് ഓരോ ദിവസം നമുക്കതുപോലെ പ്രതികരിക്കാൻ ഒക്കത്തില്ല. പക്ഷെ ഒരു കാര്യം, ഞാനവിടെ പോയപ്പോൾ ചില പ്രദേശങ്ങളിൽ ഞാൻ പങ്കെടുത്ത കുടുംബയോഗങ്ങൾ എന്ന് പറയുന്നത് 20 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് UDFന്റെ കോൺഗ്രസിന്റെ ഒരു കുടുംബയോഗം അവിടെ നടക്കുന്നത്. ആ നിലയിലുള്ള ചിട്ടയായ പ്രവർത്തനം നടന്നു എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ പണ്ട് അന്ന് മുതൽ 19-ൽ 1 മാത്രമാണ്. കേരളത്തിലെ 19 എണ്ണം ആകെ കിട്ടിയതിൽ ഒന്നാണ് ഈ പറയുന്ന നിലനിർത്തി എന്ന് പറയുന്നത്. അതുകൂടെ പോയിരുന്നെങ്കിലുള്ള CPMന്റെ അവസ്ഥയെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ചേലക്കരയുടെ അവർ പരാജയപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ CPM കേരളത്തിൽ ഒന്നും ജയിക്കത്തില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോകുമായിരുന്നല്ലോ. അത് അല്ല, അത് റിയാസ് പറഞ്ഞ. റിയാസ് എല്ലാ ദിവസവും അങ്ങനെയല്ല പറയാനൊക്കത്തുള്ളൂ. റിയാസ് മാത്രമല്ല ഉള്ളോ പിണറായി വിജയന് വേണ്ടി സംസാരിക്കുന്നത്. അതെല്ലാ ദിവസവും പറയുന്നതായിട്ട് ഈ വിധിയെഴുത്ത് വന്നിട്ടും അങ്ങനെ വിലയിരുത്തലുമായി പോയാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ലല്ലോ. പിന്നെ റിയാസിന് തിരിച്ചു പറയാനൊക്കുമോ? റിയാസ് മാത്രമാണ് അത് പറഞ്ഞത്. റിയാസിന് തിരിച്ചു പറയാനൊക്കത്തില്ല. അതാണ്